വേനൽക്കാലത്ത് രോഗിയുടെ സോറിയാസിസ് കൂടുതലാകുകയും വിയർപ്പ് മൂലം അദ്ദേഹം പല പ്രശ്നങ്ങളും നേരിടുകയും ചെയ്യുന്നു. വേനൽക്കാലത്ത് പല രോഗികളും പറയുന്നു അവരുടെ സോറിയാസിസ് വർദ്ധിക്കുന്നു. ഞാൻ ഡോ. മേഘ ചതുർവേദി വേനൽക്കാലത്ത് നിങ്ങളുടെ സോറിയാസിസ് എങ്ങനെ ശമിപ്പിക്കാമെന്നും വഷളാകുന്നത് എങ്ങനെ ഒഴിവാക്കാമെന്നും പറയാൻ ഞാൻ വന്നിരിക്കുന്നു. അതേസമയം നിങ്ങളുടെ ചർമ്മം ഹൈഡ്രേറ്റഡ് ആയും മോയ്സ്ചറൈസ്ഡ് ആയും എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ച്. 1. വേനൽക്കാലത്ത് ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്, അതിൽ മാമ്പഴങ്ങളും ഉൾപ്പെടുന്നു. നിങ്ങൾ ധാരാളം മാമ്പഴം കഴിച്ചാൽ നിങ്ങളുടെ സോറിയാസിസ് കൂടുതൽ വഷളാകും. പാടുകൾ വർദ്ധിക്കാം, ചുവപ്പ് കൂടാം, പിന്നെ അത് പുനരാവർത്തിപ്പെടാം. അതിനാൽ ഉണങ്ങിയ പഴങ്ങൾ ഉൾപ്പെടെ ഏത് ചൂടുള്ള ഭക്ഷണവും കഴിക്കരുത്. ധാരാളം ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. 2. ജലം കുടിക്കുക. അതിനർത്ഥം നിങ്ങൾക്ക് ധാരാളം വെള്ളം കുടിക്കണം. നിങ്ങൾക്ക് ദാഹിച്ചാലും ഇല്ലെങ്കിലും വെള്ളം കുടിക്കണം. നിങ്ങൾ എവിടെയും യാത്ര ചെയ്യുമ്പോൾ ഒരു ബോട്ടിൽ കൂടെ കരുതുക, അതിൽ നിന്ന് വെള്ളം കുടിക്കുക. ദിവസവും 1012 ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, അങ്ങനെ നിങ്ങളുടെ മെറ്റബോളിസം ശരിയായി നിയന്ത്രിതമാകും. വിഷാംശങ്ങൾ പുറത്തേക്ക് വരുന്നു, മൂത്രം നന്നായി പുറത്തുവരുന്നു. ശൈത്യകാലത്തെ അപേക്ഷിച്ച് വേനൽക്കാലത്ത് മൂത്ര ഉത്പാദനം കുറയുന്നു. അതിനാൽ വിഷവസ്തുക്കളും കുറയുന്നു. അതിനാൽ വിഷവസ്തുക്കളെ പുറത്താക്കണം. നിങ്ങൾ കൂടുതൽ മൂത്രമൊഴിക്കുമ്പോൾ കൂടുതൽ ടോക്സിനുകൾ പുറത്തുപോകും. ശരീരത്തിൽ വെള്ളം സംഭരിക്കുകയില്ല. 3. മോയ്സ്ചറൈസ് ചെയ്യുക. അതിനർത്ഥം നിങ്ങൾ എടുക്കുന്ന ഏത് ചികിത്സയും, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഉൽപ്പന്നവും ആദ്യമായി അത് നിങ്ങൾക്ക് അനുയോജ്യമാകണം. നിങ്ങൾ നിങ്ങളുടെ ചർമ്മം പരിചരിക്കുകയും സോറിയാസിസ് പരിചരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അപ്പോൾ അത് വീണ്ടും ഉണങ്ങാൻ അനുവദിക്കരുത്. മോയ്സ്ചറൈസ് ചെയ്യുക തുടരുക, കാരണം ഞങ്ങൾ അകത്തു നിന്നും ഹൈഡ്രേഷൻ നൽകും. ക്രീം അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഉൽപ്പന്നവും ഉപയോഗിച്ച് ഞങ്ങൾ പുറത്ത് നിന്ന് തന്നെ മോയ്സ്ചറൈസ് ചെയ്യും. ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് തേങ്ങാവെള്ളം ചേർക്കണം എന്ന് ഹൈഡ്രേഷനും മോയ്സ്ചറൈസേഷനും ഓർമ്മിപ്പിച്ചു. നിങ്ങൾ കൂടുതൽ തേങ്ങാവെള്ളവും കരിമ്പിൻ ജ്യൂസും കുടിക്കുമ്പോൾ നിങ്ങളുടെ പിറ്റ് കൂടുതൽ ശാന്തമാകും. അല്ലെങ്കിൽ ശരീരം കൂളായിരിക്കും. നിങ്ങളുടെ ചർമ്മം മൃദുലവും ഹൈഡ്രേഷൻ പാലിക്കപ്പെടും. ഇതുമൂലം വരൾച്ച കൂടില്ല. 4. സൂര്യന്റെ ചൂട് ഒഴിവാക്കുക. നിങ്ങൾ രാവിലെ 6 മുതൽ 7 വരെ സൂര്യനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. നിങ്ങൾ 7 മണിക്ക് ശേഷം സൂര്യപ്രകാശത്തിൽ പോകുന്നുണ്ടെങ്കിൽ സൺബേൺ ഉണ്ടാകാം. യുവി-കിരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അലർജി, ചുട്ടുപൊള്ളൽ, ചൊറിച്ചിൽ എന്നിവ ഉണ്ടാകാം. അതിനാൽ നിങ്ങൾ സൺബേൺ, അമിതമായ സൺ എക്സ്പോഷർ ഒഴിവാക്കണം. അനാവശ്യമായി സൂര്യപ്രകാശം ഏൽക്കേണ്ടതില്ല. വെയിലത്ത് കറങ്ങേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് സൂര്യപ്രകാശത്തിൽ ചുറ്റിക്കറങ്ങേണ്ടി വന്നാൽ തുടർന്ന് നിങ്ങളുടെ ശരീരം മുഴുവൻ മൂടി വയ്ക്കുക. കോട്ടൺ തുണി കൊണ്ട് മുഖം മൂടണം. അതിനാൽ സൂര്യപ്രകാശത്തിന് നേരിട്ട് ഏൽക്കാതിരിക്കുകയും നിങ്ങളുടെ പ്രശ്നം കൂടാതിരിക്കുകയും ചെയ്യണം. 5. ഡയറ്റിൽ വലിയ മാറ്റങ്ങൾ വരുത്തരുത്. ദയവായി ജങ്ക്, പ്രോസസ്ഡ്, നോൺവെജ്, മദ്യം, പുളിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ എരിവുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. മധുരം ഒഴിവാക്കുക. വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണം മുൻഗണന നൽകുക. പല വീഡിയോകളിലും ഞങ്ങൾ പറയുന്ന വസ്തുക്കൾ, നിങ്ങൾ ആ വസ്തുക്കൾ കഴിക്കണം. നിങ്ങൾ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ സോറിയാസിസ് പുനഃസംഭവിക്കാം. അവസാനം, സമ്മർദ്ദം എടുക്കരുത്. മിക്കവാറും എല്ലാ വീഡിയോകളിലും ഞാൻ പറയാറുണ്ട്, രോഗം നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എവിടെയോ ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു മരുന്നും അതിൽ നിന്ന് മുക്തി നേടാൻ കഴിയില്ല. അത് നിങ്ങളിൽ വീണ്ടും പുനരാവൃത്തി സംഭവിക്കും അഥവാ തിരിച്ചുവരാനും തുടരും. നിങ്ങളുടെ സോറിയാസിസ് വീണ്ടും പ്രകടമാക്കാം. അല്ലെങ്കിൽ അത് ചുറ്റുമുള്ളവരെ ബാധിക്കുന്നില്ല. അവരുടെ കമന്റുകളോ പരിഹാസങ്ങളോ പ്രശ്നമല്ല. അവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് നിങ്ങൾക്ക് വിഷയമല്ല. സോറിയാസിസ് നിങ്ങളുടെ ശരീരത്തിലുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് വിഷയമല്ല. അതിനാൽ എന്നെ വിശ്വസിക്കുക, ഈ സോറിയാസിസ് നിങ്ങളെ വീണ്ടും ബാധിക്കില്ല. നിങ്ങൾക്ക് ഡോക്ടർമാരെ ആവശ്യമാകില്ല. നിങ്ങൾ വായന ചെയ്യുകയാണെങ്കിൽ താഴെ നൽകിയ നമ്പറിൽ നിങ്ങളോട് സംസാരിക്കുക. സോറിയാസിസ് രഹിത ജീവിതം നേടാൻ വരൂ. നന്ദി. സഹായിക്കുക.